ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. അതായിരിക്കും നിങ്ങൾ ആകെ മൊത്തം കൺഫ്യൂഷൻ ആക്കണില്ല. നിങ്ങൾ രാത്രി ഇതേ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഒന്നിലേക്ക് വാഷ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ വാഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നാരോട് എനിക്ക് വാഷ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അവരത് കൂടുതലായിട്ട് വെച്ച് സ്കിൻ നന്നായിട്ട് തന്നെ ലൈറ്റൻ ആവാനായിട്ട് പൗഡർ ഒക്കെ കിട്ടുകയാണെങ്കിൽ അതൊരു ക്രീം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫേസിലെ ഒരു ക്രീം ഫേസ് പാക്ക് പോലെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ നരച്ചെടുത്തത് കേട്ടോ. അതുപോലെ അപ്പോൾ ഡയറക്ഷനിൽ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഹായ് എവരിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്കിൻ നന്നായിട്ട് തന്നെ ലൈറ്റൻ ആവാനും കറുത്ത പാടുകളൊക്കെ പോയി സ്കിൻ നല്ല ഗ്ലോ ആവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി നൈറ്റ് ക്രീം ആയിട്ടാണ്. ഒരു DIY നൈറ്റ് ക്രീം ആണ്. സോ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ കേട്ടോ. അപ്പൊ അതിനായിട്ട് 2 ബദാം എടുക്കാം കേട്ടോ. ബദാമിന്റെ തൊലി കളയാനായിട്ട് നമുക്ക് എളുപ്പമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്കത് സോക്ക് ചെയ്യാനായിട്ട് കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് വെക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നന്നായിട്ട് അതിന്റെ തൊലിയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. നന്നായിട്ട് കുതിർത്തും വന്നിട്ടുണ്ടാവും. അപ്പൊ ഇതാ നന്നായിട്ട് കുതിർന്ന അതിന്റെ തൊലിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു കല്ലിൽ വെച്ച് നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ, അരച്ചെടുക്കാം. അപ്പൊ ഇത് കുറച്ചുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ കല്ലിൽ വെച്ച് അരച്ചെടുക്കുന്നത്. നമുക്ക് ഗ്രൈൻഡറിലിട്ടൊന്നും ഗ്രൈൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതാ ഇതേപോലെ നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിത് അരച്ച് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഇതാണ് കണ്ടത്, നല്ല എണ്ണമയം ഉണ്ട്, നല്ല ഓയിലി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പൊ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പൊ ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് കേട്ടോ. അപ്പോൾ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡ്രൈ സ്കിൻ ഉള്ളവർ അല്ലെങ്കിൽ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ 1-2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഇതൊന്നും വേണ്ട, ഇത് ബദാമിന്റെ ആ ഒരു പേസ്റ്റ് മാത്രം എടുത്താലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് 2-3 ഡ്രോപ്സ്, അതായത് ഒന്ന് മിക്സ് ആക്കാനായിട്ട് ഒരു ഡ്രോപ്സ് മതി. കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതപ്പോൾ അതിന്റെ വീഡിയോ സ്കിപ്പായി പോയിട്ടാ. അപ്പൊ ഓയിലി സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ വെള്ളം ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി ഒരു പേസ്റ്റ് രൂപത്തിലെടുത്ത് ഫേസിൽ വെറുതെ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അവർക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഫേസിൽ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡയറക്ഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിലും അത്ര വലിയ പ്രശ്നം ഇല്ലെന്നാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല കേട്ടോ. അതല്ല ഭയങ്കര ആക്നീസും പിമ്പിൾസും ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒട്ടും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യണ്ട കേട്ടോ. അപ്പൊ ഞാൻ ഓൺ വോയിസ് ചെയ്തതാണ് കേട്ടോ. പക്ഷേ മൈക്ക് ഓണാക്കാൻ മറന്നു പോയിട്ടാ. അതല്ലെങ്കിലും എപ്പോഴും എനിക്ക് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ പറ്റാറുണ്ട്. അത് വലിയ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. അത്രയും നേരം എനർജറ്റിക് നിന്ന് സംസാരിച്ചത് വെറുതെ ആയല്ലോ. റെക്കോർഡിങ് എഡിറ്റ് ചെയ്യാൻ നേരത്താണ് കേട്ടോ സംഭവം ഇത് ശ്രദ്ധിക്കണത്. അപ്പൊ ഞാൻ വിചാരിച്ചു മൈക്ക് ഓൺ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒന്നും ആയിരുന്നില്ല കേട്ടോ. പിന്നെ കണ്ണിന് ചുറ്റും ഇതേപോലെ ഒന്ന് പതുക്കെ ഒന്ന് മസാജ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. ഡാർക്ക് സർക്കിൾസ്, പിന്നെ ഇൻഫ്ലമേഷൻ, പഫ്നെസ് ഒക്കെ കുറയാനായിട്ടും സഹായിക്കും കേട്ടോ. കറുത്ത പാടുകൾ പോകാനായിട്ട് ബെസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ആൽമണ്ട് പൗഡർ. ഇനി അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, ഒരു 10 മിനിറ്റിന് ശേഷം ചെറിയൊരു മസാജും കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പൊ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെറിയൊരു മസാജും കൊടുക്കാം. അപ്പൊ നമുക്ക് സാധാരണ ചെയ്യണ പോലെ അപ്വേർഡ് ഡയറക്ഷനിൽ ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ബാലൻസ് ഇപ്പൊ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ അതാ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇത് ഇപ്പൊ 50 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മള് ഫേസിൽ ഇപ്പൊ ഒന്നും ഇട്ടെന്ന് പോലും തോന്നില്ല. അത്രത്തോളം നമ്മുടെ സ്കിന്നിലോട്ട് അത് അബ്സോർവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോ നമുക്ക് വേണമെങ്കിൽ വാഷ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ വാഷ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് കുളിക്കുമ്പോൾ നോർമലി വാഷ് ചെയ്ത് കളഞ്ഞാലും മതി, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞാനിപ്പോ പറയുന്നത് ഡ്രൈ സ്കിന്നിന്റെ കാര്യമാണ് കേട്ടോ. ഓയിലി സ്കിന്നുകാർ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അവർക്ക് അത് കൂടുതലായിട്ട് പിമ്പിൾസ് വരാനായിട്ടും ആക്നീസ് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. നൈറ്റ് ടൈമിലാണെങ്കിൽ നമുക്ക് വെറുതെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യാണ്ട് വെറുതെ ബദാം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട്. രണ്ടും രണ്ട് എഫക്റ്റ് തന്നെയാണ്. പക്ഷെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഗ്ലോയും ഒരു എന്താ പറയാ ഡ്രൈ സ്കിന്നൊക്കെ മാറാനായിട്ടും അത് കുറച്ചും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോ നിങ്ങൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒന്നും ആഡ് ചെയ്തില്ലെങ്കിലും ബദാം വെറുതെ പേസ്റ്റ് ആക്കിയിട്ട്
ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. അതായിരിക്കും നിങ്ങൾ ആകെ മൊത്തം കൺഫ്യൂഷൻ ആക്കണില്ല. നിങ്ങൾ രാത്രി ഇതേപോലെ തന്നെ ബദാം പേസ്റ്റ് ആക്കിയിട്ട് അതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഒന്നില്ലെങ്കിൽ വാഷ് ചെയ്ത് കളയാം, അതല്ലെങ്കിൽ വാഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഓയിലി സ്കിന്നുകാരോട് എനിക്ക് വാഷ് ചെയ്യണമെന്ന് തന്നെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. കാരണം അവരത് കൂടുതലായിട്ട് വെച്ച് ഈ ബദാം ഇങ്ങനെ ഭയങ്കര ഓയിലി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് വെച്ച് ഇരുന്നാൽ ചിലപ്പോൾ കൂടുതലായിട്ട് അവർക്ക് പിമ്പിൾസ് വരാൻ അല്ലെങ്കിൽ ആക്നീസ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഫേസിൽ വെക്കേണ്ടത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം എന്നാണ് ഞാൻ പറയുന്നത്. സ്കിൻ നന്നായിട്ട് തന്നെ ലൈറ്റൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൽമണ്ട്. ഇതിന്റെ പൗഡർ ഒക്കെ കിട്ടുകയാണെങ്കിൽ അതൊരു ക്രീം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ ഒരു ക്രീം ഫേസ് പാക്ക് പോലെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ അടുത്ത് അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തത് കേട്ടോ. ഓർഗാനിക് ആയിട്ടുള്ള ആൽമണ്ട് പൗഡർ ഒക്കെ കിട്ടണമെങ്കിൽ അതും ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്കിൻ നന്നായിട്ട് തന്നെ ബ്രൈറ്റ് ആവും എന്നുള്ള കാര്യത്തിൽ 100% ഞാൻ ഷുവർ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു 1 വീക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഒരു 3 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ ഫീഡ്ബാക്ക് ആയിട്ടും അറിയിക്കണം കേട്ടോ. അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല ഹെൽപ്ഫുൾ വീഡിയോസ് ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും കേട്ടോ. അതുവരേക്കും ബൈ.